സ്വാമിജിയും ഈ മാഘത്തിൻ്റെ ഒരു പരിസമാപ്തിയോടെടുക്കുന്ന ഘട്ടത്തിലെ പരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് മഹാത്മാക്കളും നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആദ്യമായിട്ട് സംപൂജ്യ സ്വാമിജി ചിദാനന്ദപുരി മഹാരാജ് സംസാരിക്കും. വളരെ സന്തോഷത്തോടു കൂടിയാണ് അത്യന്തം ധന്യമായ ഈ ഒരു സഭയിൽ ഒത്തുകൂടുന്നത്. കേരളത്തിൽ സമീപകാല ഹൈന്ദവ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തും വിധം ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഈ പ്രദേശത്ത് മാഘമാസത്തിൽ മകം നക്ഷത്രം അതിൽ പൂർണ്ണമാകും വിധം ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഈ സ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ത്രിമൂർത്തികളുടെ ആരാധനാസ്ഥാനം, ഒരു ഭാഗത്ത് പിതൃകർമ്മങ്ങൾക്ക് തങ്ങളുടെ പൂർവികന്മാർക്ക് സദ്ഗതി വരുത്തുന്നതിന് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും സങ്കല്പങ്ങൾ ഒത്തുചേരുന്നു. അതുപോലെ യാഗഭൂമിക, വേദപഠനത്തിൻ്റെ ഭൂമിക, ഇങ്ങനെ ദേവഭൂമിയും പിതൃഭൂമിയും എല്ലാമായ ഈ സ്ഥാനം മഹാത്രിപുര സുന്ദരിയുടെ ശ്രീചക്രത്തിലെ ആന്തരികമായ ത്രികോണങ്ങളുടെ മധ്യത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്ന സങ്കേതമാണ്. ഭാരതപ്പുഴയാണ്, കേരളപ്പുഴയല്ല. ഏറനാട് പുഴയോ വള്ളുവനാട് പുഴയോ അല്ല. ഇങ്ങനെ ഭാരതത്തിൽ വേറൊരു പുഴയില്ല. ഗംഗയുണ്ട്, യമുനയുണ്ട്, സരസ്വതിയുണ്ട്, ഗോദാവരിയുണ്ട്, നർമ്മദയുണ്ട്, സിന്ധുവുണ്ട്, കാവേരിയുണ്ട്, നമ്മുടെ സപ്തപുണ്യ നദികൾ. പിന്നെ എല്ലാ ജലരാശിയെയും നമ്മൾ ദേവതാമയമായിട്ടാണ് കാണുന്നത്. ആപോവൈ ദേവതാഹ. എല്ലാ ജലരാശിയെയും ദേവസാന്നിധ്യമുള്ളതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് ഭാരതപ്പുഴയാണ്. ഭാസിൽ പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്ന സംസ്കൃതിയുടെ രാഷ്ട്രത്തിൻ്റെ നാമം ധരിച്ച നദി. ഒരു കാലത്ത് എത്രയോ വലിയ മേളകൾ ഈ ഭൂമിയിൽ നടന്നു, എത്രയോ വലിയ സംഗമങ്ങൾ നടന്നു. തീർച്ചയായിട്ടും അവധൂത മഹാത്മാക്കളും വിജ്ഞാനികളായ മഹാപുരുഷന്മാരും ഭക്തോത്തമന്മാരും യോഗിശ്രേഷ്ഠന്മാരും ഇതര ദാർശനിക ശാസ്ത്രീയ മേഖലകളിലെ പണ്ഡിതരും ഇവിടെ ധാരാളം സത്സംഗങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ കാലക്രമേണ അത് രൂപം മാറി, ഭാവം മാറി. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് രക്തപ്പുഴയുടെയും ചാവേറിൻ്റെയും കൊല്ലലിൻ്റെയും കൊലയുടെയും ഭൂമികയായി അറിയപ്പെട്ടു.
കാലം ദുരതിക്രമമാണ്. കാലോഹി ദുരതിക്രമ. അത് ഒളിച്ചു വച്ചിരിക്കുന്ന സത്യം, വസ്തുത സമയം വരുമ്പോൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹിന്ദുവായി ജീവിക്കാൻ ജസിയ കൊടുത്ത നാട്ടിൽ, മധ്യ ഭാരതത്തിൽ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ കണ്ടു. ആത്മവിസ്മൃതിയിലാണ്ട് ഇതൊരു വേറെ തന്നെ പ്രദേശമാണെന്ന് പലരും പഠിപ്പിച്ചു തന്നത് ഏറ്റുപാടിയ നമ്മൾ. കേരളം ഒന്ന് വേറെ തന്നെയാണ്, ഭാരതം മൊത്തം വേറെ, കേരളം വേറെ എന്ന് പലരും പറഞ്ഞു തന്നത് ഏറ്റുപാടിയ നമ്മളും ധരിച്ചു കേരളം എന്തോ ഒരു വിശേഷമാണ്. ഒരിക്കലുമല്ല. ഭാരതത്തിൻ്റെ ഭാഗം എന്നല്ല, വൈദിക സംസ്കൃതിയുടെ ഉച്ചതമമായ കേന്ദ്രമാണ്. ഇവിടെ തന്നെ നോക്കൂ, ജ്യോതിഷത്തിൻ്റെ, ഗണിതശാസ്ത്രത്തിൻ്റെ, ആയുർവേദത്തിൻ്റെ, തന്ത്രശാസ്ത്രത്തിൻ്റെ, മന്ത്രവിദ്യകളുടെ, വേദത്തിൻ്റെ, അതിൽ ന്യായം, വ്യാകരണം തുടങ്ങിയവയുടെ, കാവ്യങ്ങളുടെ ഒക്കെ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള മഹാമനീഷികളുടെ പട്ടിക എടുക്കൂ. നമ്മളിന്ന് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഇത് മേൽപ്പത്തൂരിൻ്റെ, ഇത് പൂന്താനത്തിൻ്റെ, ഇത് തുഞ്ചത്ത് ആചാര്യൻ്റെ, ഇത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ, അങ്ങനെ പേരെടുത്ത് പറയുന്ന സമയത്ത് വ്യത്യസ്ത മഹാമനീഷികളുടെ ഭൂമികയാണ്. അത് വിസ്മരിച്ചു പോയി നമ്മൾ ഇടക്കാലത്ത്. ആ വിസ്മൃതിയിൽ നിന്ന് വീണ്ടും നമുക്ക് ഉയർന്നേ മതിയാവും. അതിനിതാ നിമിത്തമായിരിക്കുകയാണ്. വളരെ എളിയ നിലയിലാണ് 2016 ഇപ്പോൾ ഓർമ്മിക്കുകയാണ്, ഇതേ സ്ഥലത്തായിരുന്നു പന്തൽ. വളരെ കുറച്ച് പേര്, ഞങ്ങളൊരു 300 പേരൊക്കെ കാണും അന്ന് 2016 ഈ ഒരു മേള നടത്തിയപ്പോൾ. 10-20 സന്യാസിമാരുണ്ടായിരുന്നു, കുറച്ച് സാധുക്കളുണ്ടായിരുന്നു. അന്ന് തിരൂർ ദിനേശൻജിയും താനൂർ അമൃതാനന്ദ മഠത്തിലെ സ്വാമിനി, അന്ന് ബ്രഹ്മചാരിണിയായിരുന്നു, ഇപ്പോൾ സ്വാമിനി അതുല്യ അമൃത പ്രണാമാതാജിയാണ്. അങ്ങനെ ക്രമികമായി അത് വളരെ ലളിതമായി നടന്നു. പക്ഷെ അന്നും ഈ സ്ഥലത്തിരുന്ന് എന്തോ പറയാൻ തോന്നി. ഒരു വ്യാഴവട്ടമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇത് എത്രമാത്രം വിപുലമാക്കുമെന്നുള്ളത്. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും അറിഞ്ഞിട്ടുമല്ല, പക്ഷെ അതങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കെല്ലാം അറിയാം, ജൂനാഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജി, ആനന്ദവനം ഭാരതി സ്വാമിജി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടു. ഒരു നവ്യമായ ഭാവം നൽകപ്പെട്ടു. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു മാനം ഇതിന് കൈവന്നു. എത്ര തന്നെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും തമസ്കരിക്കാൻ കഴിയില്ല എന്ന വിധത്തിൽ ജനലക്ഷങ്ങൾ ഈ നിളയുടെ, ഈ ഭാരതപ്പുഴയുടെ 2 ഭാഗത്തുമായിട്ട് ഒത്തുകൂടുകയാണ്. ആരും ഇത് കണ്ടുപോകാൻ വന്ന കാഴ്ചക്കാരല്ല, മറിച്ച് സ്നാനം ചെയ്യാൻ, സത്സംഗത്തിൽ പങ്കെടുക്കാൻ, ആരതി കാണാൻ. അത് കേരളത്തെ സംബന്ധിച്ച് നവ്യമായൊരു അനുഭവമാണ്. ഹോമങ്ങളിലും പൂജകളിലും പങ്കെടുക്കാൻ, ഈ പുണ്യദേശത്ത് സഞ്ചരിക്കുന്നത് തന്നെ ധന്യമാണെന്ന ഭാവനയോടുകൂടി വരുന്ന അപാലവൃദ്ധം ജനങ്ങളും ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രതിദിനം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ കേരളമൊന്ന് വേറെയൊന്നും അല്ല,
ഭാരതത്തിൻ്റെ തനത് ഭാവത്തെ അങ്ങേയറ്റം ഹൃദയത്തിൽ ആവാഹിച്ച പ്രദേശം തന്നെയാണ്. അതിന് ചില നിമിത്തങ്ങൾ വരണം. ആ നിമിത്തങ്ങൾ വരുമ്പോൾ അതതിൻ്റെ സഫലതയിലേക്ക് വരികയാണ്. ഒന്നേ പറയാനുള്ളൂ, ദീർഘമായൊരു ഭാഷണത്തിന് ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. നമ്മളെല്ലാവരുടെയും സങ്കല്പത്തോടു കൂടി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സാമ്പത്തികമായും സാംസ്കാരികമായും അനുഷ്ഠാനപരമായും ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും സന്താനബലത്തിലും എല്ലാം വളരെ ശക്തമായൊരവസ്ഥയിലേക്ക് ഈ ധാർമ്മിക സമാജത്തെ ഉയർത്താൻ നമുക്കൊക്കെ ബാധ്യതയുണ്ടെന്ന കാഴ്ചപ്പാട്, ആചാരനിഷ്ഠയെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ദിവസവും ഗംഗാസ്നാനം ചെയ്തുകൊണ്ട്, കേരളത്തിൽ ജീവിക്കണം, നമുക്കെങ്ങനെയാണ് ഗംഗാസ്നാനം ചെയ്യാൻ പറ്റുക? നമ്മൾ കുളിക്കുന്നത് ഗംഗയിലാണ്, നമ്മൾ കുടിക്കുന്നത് ഗംഗയാണ്. ഗംഗേശ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് സങ്കല്പം ചെയ്താൽ അത് ഗംഗയായി. ആ സങ്കല്പം ഇല്ല വെച്ചാൽ ഗംഗാജലവും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന തന്മാത്ര മാത്രമാണ്. അതുപോലെ ദിവസവും ഗായത്രിയെ ചെയ്ത് ഒരിക്കലെങ്കിലും ഗീത പാരായണം ചെയ്ത് ഗോവിനെ ആദരിക്കുന്ന മനോഭാവം വളർത്തി ഐക്യത്തോടെ സംഗച്ഛധ്വം സംവദധ്വം എന്ന് പറഞ്ഞ വേദവാക്യം ഓർമ്മിച്ച് സമാന മനസ്കരായി നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള പ്രേരണ ഈ മേളയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി, എല്ലാ അർത്ഥത്തിലും ശക്തമായി മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ക്ഷേത്രങ്ങൾ, ഭൂരിഭാഗം ക്ഷേത്രങ്ങളും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ സർക്കാർ നിയന്ത്രണത്തിലാണെന്ന് നമുക്കറിയാം. ഭൂരിഭാഗം ക്ഷേത്രങ്ങളും സർക്കാർ നിയന്ത്രണത്തിലല്ല, പക്ഷേ വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ സർക്കാർ നിയന്ത്രണത്തിലാണ്. അങ്ങനെ നിയന്ത്രണത്തിനുള്ള ക്ഷേത്രങ്ങളെ ഭരിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ടതാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിൽ സാമാന്യമായി ജനപ്രാതിനിധ്യം ഉണ്ടാവണം, ആ പ്രദേശത്തിൻ്റെ ജനപ്രാതിനിധ്യം ഉണ്ടാവണം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അതില്ല. ഗൗരവമുള്ള വിഷയമാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, ദേവസ്വങ്ങളിലേക്ക് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യേണ്ടത് ഹിന്ദു MLA-മാരാണ്. അവർ വിശ്വാസമുള്ളവരാണോ, ക്ഷേത്രവിശ്വാസികളാണോ എന്നൊന്നും പ്രശ്നമില്ല, അവർ നിരീശ്വരവാദികളാണോ എന്ന പ്രശ്നമില്ല, പക്ഷെ മതം കൊണ്ട് ഹിന്ദു ആയിരിക്കണം. മലപ്പുറത്ത് 16 MLA-മാരുണ്ടെങ്കിൽ നാമമാത്രമായി ഹിന്ദു 2 മാത്രമാണ്, 14 ഹിന്ദു അല്ല. അപ്പം എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ജനപ്രാതിനിധ്യമുള്ളത്? ഇല്ലല്ലോ, ഉറപ്പല്ലേ? കാരണം 14 2 പേരെ വോട്ട് ചെയ്യുള്ളൂ, 14 പേരും വോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞ ഞങ്ങൾക്കും ആ വോട്ടിങ്ങിൽ അധികാരം വേണം എന്ന് പറഞ്ഞേക്കരുത്. അത് വേറെ വിഷയം, അത് വേറെ ആപത്തിലേക്കുള്ള പോക്കാവും. അതല്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശക്തമായി, സന്താന ബലത്തിൽ ശക്തമായി, സമ്പത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സന്താന ബലത്തിൽ ശക്തമായി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ കയ്യിലൊന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട്, കൊച്ചു മക്കളുടെ കയ്യിലടക്കം സ്മാർട്ട് ഫോൺ ഉണ്ട്. ഒന്ന് ഇൻ്റർനെറ്റ് പോയിട്ട് 2002 SIR അനുസരിച്ച് കേരളത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശത്തെ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. 2002 ഇപ്പോൾ 2025 ലഭ്യമാണ്. അതും കൂടി ഒന്ന് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഓരോ മണ്ഡലത്തിലുള്ള ജനസംഖ്യയിൽ ഹിന്ദു എത്ര താഴെ പോയി എന്നുള്ളത് നേരിട്ട് കാണാൻ കഴിയും. ഇതേ പോക്ക് പോയാൽ ആപത്കരാണെന്ന് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മുടെ ശക്തിയുടെ, നമ്മുടെ ഏകതയുടെ, നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ പരസ്പരാദരവിൻ്റെ
ഇവിടെ തന്നെ വൈദികമായും താന്ത്രികമായും മാന്ത്രികമായും ശാക്തേയത്തിലെ വിവിധ വിഭാഗങ്ങളുടെയും വനവാസികളുടെയും എല്ലാം കർമ്മങ്ങൾ നടന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അതാണ് നമ്മുടെ സമഷ്ടി ബലം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശക്തി പകരട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇതിന് നവ്യമായൊരു മാനം കൊടുത്ത നമ്മുടെ മഹാമണ്ഡലേശ്വർജിയെ ഹർദ്ദമായി എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അഭിനന്ദിക്കുകയാണോ പറയേണ്ടതെന്ന് അറിയില്ല, ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സ്വാമിജി കൂടി സംസാരിച്ച ശേഷം, യോഗാനന്ദജി കൂടി സംസാരിച്ച ശേഷം വേറൊരു കാര്യം കൂടി പറയാം. ശരി, അപ്പം നമ്മൾ മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് പറയാം. ശരി.